ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പുഴങ്കാവ് എസംപുരം പുഴങ്കാവ് സ്കൂളിലാണ്. എസംപുരം പുഴങ്കാവ് സ്കൂളിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിലെൻ്റെ ഫ്രണ്ടാണ് കൃഷ്ണയുടെ കസിൻ ബ്രദേഴ്സ് പഠിക്കുന്നുണ്ട്. ഒരാൾ 4 ഒരാൾ 2 എൻ്റെ അറിവിൽ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ്. മൂത്താളുടെ പേരെനിക്ക് മൂത്താളുടെ രണ്ടാളുടെയും പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം വേറെ ടീച്ചർ കണ്ടു മൂത്താളുടെ ഇങ്ങനെ പേര് വന്ന് സ്ഥലം വിളിച്ചപ്പോൾ ഏറ്റവും മുകളിൽ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞത് സ്റ്റെപ്പ് കയറുന്നുണ്ട്. അപ്പം നല്ലതിൽ എന്താ വെച്ചാൽ രണ്ടാളുകൊണ്ട് കോമഡി ആയിട്ട് എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട്. എന്തോ ചിരിക്കുന്നുണ്ട്, ഓർമ്മയില്ല അത് പറഞ്ഞത്. എന്തോ കോമഡിയാണ് പറഞ്ഞത്. അപ്പം എൻ്റെ അമ്മ വീട് അവിടെയാണ്, അവളുടെ മേമ്മയുടെ വീട് അവിടെ തന്നെ എടുത്തായിരുന്നു. മിക്ക ദിവസം ഞങ്ങൾ പറയും പുറത്ത് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് അവിടെ വെച്ച് കാണാം, പക്ഷെ ഞങ്ങൾ മറക്കും. ലാസ്റ്റ് നമുക്ക് അവനെ കെട്ടിയിട്ടുണ്ടായിരുന്നു മൂത്തോളം. അപ്പം ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയ വെച്ചാൽ തന്നെ അവൻ ജെറ്റ് പൊട്ടോണം പൂവാട്ടമാണ് ചെയ്തത്. എങ്ങോട്ടോ തീർത്തിപ്പെട്ടോ പോകുന്ന പോലെ നമുക്ക് തോന്നിയത്. അവൻ അങ്ങോട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. എന്നിട്ട് നിലവിൽ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. സെക്കൻഡ് ഫ്ലോറിൽ നോക്കി നേരെ പോയി. അവിടെ നിന്ന് സൈഡിൽ വളഞ്ഞപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചോദിച്ചു, ദൈവമേ ക്ലാസ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവൻ്റെ ഇതാണ് കക്ഷി കേട്ടോ മൂത്താൾ. അപ്പോൾ അവിടെ നായൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി മൂത്താളെ പിടിക്കണം. മൂത്താളെ പിടിച്ചു, ഇളയാളെ പിടിക്കണം. ഇളയാളെ നമ്മളിങ്ങനെ അടിയിലാണ്. അപ്പോൾ അടിയിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളുടെ ശബ്ദം കാരണം കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് മിക്കവാറും മനസ്സിലാവില്ല. ഇത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് കേട്ടോ, വേറെ എന്താ പറയണേ. അപ്പോൾ ഇളയാളം കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ആണ് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പന വന്നത്. അപ്പോൾ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസ് റൂമിൽ ഉപ്പിട്ടിട്ടാണ് പോകണമെങ്കിൽ, കാര്യം പറഞ്ഞ് ഉപ്പിട്ടിട്ടാണ് പോകണമെങ്കിൽ. അപ്പോൾ കാര്യം പറഞ്ഞ് ഉപ്പിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വെക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർ ടാറ്റ പറഞ്ഞു. ടീച്ചർ ചോദിക്കേണ്ടത് മൂത്താളുടെ അടുത്ത് ചോദിക്കേണ്ടത് നാളെ വരണം. അപ്പോൾ എന്തിൻ്റെ അങ്ങോട്ട് ക്യാമ്പ് മൂത്താളിന് തുടങ്ങുന്നുണ്ട് നാളെ. അപ്പോൾ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങിക്കൊണ്ട് സ്കൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കും അവളുടെ വീട്ടിലേക്കും മേമ്മയുടെ വീട്ടിലേക്കും പോവുക. അപ്പോൾ ഞങ്ങൾ റൂട്ടിൽ കൂടെ ഇറങ്ങി അങ്ങനെ പറയണം. അപ്പോൾ എന്തൊക്കെയോ അവൾ പറഞ്ഞിട്ട് കോമഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണതിൽ ചിലപ്പോൾ ഷോർട്സ് വീഡിയോ ആയിട്ട് വരാം, അല്ലെങ്കിൽ ലെങ്ത് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ രണ്ടാളും കൂടി നമ്മൾ 4 പേര് ഒരുമിച്ച് പോവാണ്. അപ്പോൾ എന്ത് പറയണമെന്നില്ല. അപ്പോൾ അവൻ്റെ പറഞ്ഞായിട്ട് ഞങ്ങൾക്ക് ഇടയിൽ മിഠായി കിട്ടി. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. താങ്ക് യു.